പിന്നെ നമ്മളുടെ ഒരു ലോങ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മലയാളത്തിൽ പുതുവർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ പുതുവർഷത്തിൽ എന്തൊക്കെയാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ചെറിയൊരു സൂചന, ഡീറ്റെയിൽ അല്ല, ചെറിയൊരു സൂചന. ചിങ്ങ, കന്നി, തുല, വൃശ്ചികം. ആദ്യത്തെ 4 മാസമാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. നോക്കി നോക്കാം. ചിങ്ങമാസത്തിൽ നിങ്ങൾ വളരെ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ തീവ്രമായിട്ട് വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണിത്. ഇത് നടക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹമായിട്ട് അലൈൻ ചെയ്ത് വെക്കുന്നു. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് നടക്കും എന്നാണ് പറയുന്നത്. കന്യമാസത്തില് സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് കാണിക്കുന്നത്. 9 ഓഫ് പെന്റക്കിൾസ് ആണ് കാണിക്കുന്നത്. സാമ്പത്തികമായ അഭിവൃദ്ധിയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നല്ല പ്രോഗ്രസ് ഉണ്ടായിരിക്കും. വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തുലാം മാസത്തിൽ 3 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. എന്തോ ഒരു കാര്യമായൊരു മാനസിക വിഷമം ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ നല്ലത് മാത്രം ആയിക്കൊള്ളുന്നില്ല വരുന്നത്. എന്തെങ്കിലും വിഷമം, സങ്കടം എല്ലാം കൂടി കലർന്നതാണ് ജീവിതം. എല്ലാം നമ്മൾ അതിജീവിച്ചേ പറ്റൂ. സന്തോഷം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. അതേ സമയത്ത് ദുഃഖം വരുമ്പോൾ അതിനെ നേരിടാനും നമ്മൾ തയ്യാറായിരിക്കണം. തുലാം മാസത്തിൽ എന്തോ ഒരു ചെറിയൊരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന് നേരിടാനുള്ള, മാനസികമായി നേരിടാൻ അത് തയ്യാറെടുക്കുകയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി വൃശ്ചികം ഏകദേശം ഡിസംബർ ഒക്കെ ആവും. നമുക്ക് നവംബർ ഡിസംബറിലാണ് വൃശ്ചികം വരുന്നത്. 4 ഓഫ് സോഴ്സ് ആണ് പറയുന്നത്. 3 ഓഫ് സോഴ്സ് കഴിഞ്ഞ 4 ഓഫ് സോഴ്സ് ലഭിക്കുന്നുണ്ട്. മിക്കവാറും ഒരു റിക്കവറിങ് സ്റ്റേജിലാണ്. നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് കണ്ടിന്യൂഷൻ ആണ് തോന്നുന്നത് കേട്ടോ. ഹാർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് ആയിട്ടാണ് കാണുന്നത്. ഇനി അടുത്ത 4 മാസം നോക്കാം. ധനു, മകരം, കുംഭം, മീനം. അടുത്ത 4 മാസം എങ്ങനെ നോക്കാം. ധനുമാസത്തിൽ ഒരു ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു പേടി കടന്നുകൂടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ചില അഡിക്ഷൻസ് ആയിരിക്കാം ചിലർക്ക്, ചില ബന്ധങ്ങളോടുള്ള അഡിക്ഷൻസ് ആയിരിക്കാം ചിലർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി പോലെ ഏതെങ്കിലും തരത്തിൽ, ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ കുറിച്ച് ഗോസിപ്പ് പറയുന്നത് കേട്ടതായാലും മതി, ഇല്ലാത്ത കാര്യങ്ങളായി പറഞ്ഞുണ്ടാക്കും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില നെഗറ്റീവ് എനർജി. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ യൂണിവേഴ്സിനെ ഒരു പ്രാർത്ഥിക്കുക, എന്ത് നേരിടാനുള്ള ശക്തി തരണേന്ന് പ്രാർത്ഥിക്കുക, അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. ഇതെല്ലാം നമുക്ക് അതിജീവിക്കാൻ കഴിയും. നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അത് വെച്ച് നമുക്ക് ഇതിനൊക്കെ മോചനം നേടാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പുതിയ തുടക്കമാണ് പറയുന്നത്. ചിലപ്പോൾ ഈ ഡബിൾ എനർജി നിങ്ങളൊരു പാഠം പഠിപ്പിക്കും. ആ പാഠത്തോട് കൂടിയിട്ട് നിങ്ങൾ മകരമാസം ആകുമ്പോഴത്തേക്കും അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് ഒരു പുതിയ തുടക്കത്തിലേക്ക്, ചിലപ്പോൾ നമുക്ക് ചില ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാവും ജീവിതത്തിൽ. ചിലപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പാതയിൽ അങ്ങോട്ട് പോയാൽ നമ്മളിപ്പോൾ എവിടെ എത്തില്ല. അപ്പോൾ നമുക്ക് ചില ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാവും. ഈ ടേണിംഗ് പോയിന്റുകൾ ചിലപ്പോൾ അത്ര സ്മൂത്ത് ആയിക്കൊള്ളുന്നില്ല. അതൊക്കെയാണ് ഈ ഡബിളും 3 ഓഫ് സോഴ്സ് 4 ഓഫ് സോഴ്സ് ഒക്കെ കാണിക്കുന്നത്. അതാണ് നമുക്ക് ചില മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ യൂണിവേഴ്സിനെ പിടിച്ചൊരു വഴിയിലേക്ക് അങ്ങോട്ട് മാറ്റി ഇടിവിടും. ആ ഒരു ചേഞ്ച് അത്ര സ്മൂത്ത് ആയിരിക്കില്ല. അതാണ് പക്ഷെ ഒരു പുതിയ തുടക്കത്തിനുള്ള ഒരു പിടിച്ചുകൊടുക്കലായിട്ട് കണ്ടായിരുന്നു.
ഈ കുംഭമാസത്തില് വീണ്ടും ആ ഒരു പെയിൻഫുൾ എൻഡിങ്ങിന് 10 ഓഫ് സോഴ്സ് ആണ്. നിങ്ങൾക്ക് 3 ഓഫ് സോഴ്സിൽ തുടങ്ങിയിട്ട് 10 ഓഫ് സോഴ്സ്. ഇത് ആ ചെറുതായി തുടങ്ങിയ ഇറിറ്റേഷൻ ഉണ്ടല്ലോ, അതായത് അവസാനിക്കുകയാണ്. പുതിയ തുടക്കം പറഞ്ഞ സ്കൂള് വന്നിട്ടുണ്ട്, 10 ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. ഇത് ഫുൾ തുടക്കം കാണിക്കുമ്പോൾ 10 ഓഫ് സോഴ്സ് തൊട്ട് മുന്നത്തെ വേദനാജനകമായ ആ ഒരു ഇതിന്റെ എൻഡിങ് ആണ് കാണിക്കുന്നത്. ഫൈനലി ക്വീൻ ഓഫ് കപ്സ് ആണ്. അപ്പൊ നിങ്ങളുടെ സ്വന്തം സന്തോഷങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. മിക്കവാറും റിലേഷൻഷിപ്പിലായിരിക്കും നിങ്ങൾക്ക് 3 ഓഫ് സോഴ്സ് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് പുതിയ തുടക്കങ്ങളിലേക്ക് നിങ്ങൾ സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് മീനമാസത്തോടു കൂടി നമുക്ക് ലഭിക്കുന്നത്. അടുത്ത 4 മാസം മേടം, ഇടവം, മിഥുനം, കർക്കിടകം. മേടമാസം, ഇടവമാസം, മിഥുനം, മേടമാസത്തില് 8 ഓഫ് പെന്റക്കിൾസ് ആണ്. പുതിയ കാര്യങ്ങൾ, പുതിയ മേഖലകളിൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. പുതിയ സ്കില്ല് വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുവഴി നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അടുത്തതായിട്ട് 9 ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. അകാരണമായ ചില ഉത്കണ്ഠകൾ, ചില പേടികൾ, ഇതൊക്കെ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ജീവിതമാണ്, പലതും ഉണ്ടാവും. പക്ഷേ വെല്ലുവിളികൾ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വെല്ലുവിളികൾ അതിജീവിക്കാൻ പറ്റും. വെല്ലുവിളികളില്ലാതെ ഒരിക്കലും നമ്മുടെ ജീവിതം സ്മൂത്തായി ഒഴുകില്ല. ചുഴികളും മലരികളും എല്ലാം ഉണ്ടായിരിക്കും. അതിൽ നിന്നൊക്കെ നമ്മൾ സർവൈവ് ചെയ്ത് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എന്തായാലും കുതിക്കും. ഈ 9 ഓഫ് സോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും നിങ്ങളുടെ ഓവർ തിങ്കിങ് കൊണ്ട് വരുന്നതാണ്, യാഥാർത്ഥ്യത്തിൽ ഉള്ളതല്ല. പലതും ഓവർ തിങ്കിങ്ങോട് കൂടി വരുന്നതാണ്. മിഥുന മാസത്തിൽ എന്താണ്? ക്വീൻ ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വിജയം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ക്വീൻ ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാരിറ്റി കിട്ടുകയാണ് നിങ്ങൾക്ക്. ക്വീൻ ഓഫ് കപ്സ് നമുക്ക് നേരത്തെ കിട്ടി, ഒരു ക്ലാരിറ്റി കിട്ടുകയാണ് നിങ്ങൾക്ക്. ഒരു ക്വീനിന്റെ പവറിലേക്ക് വരികയാണ് നിങ്ങൾ. ആ ഒരു നേതൃത്വ പാഠവും നിങ്ങൾക്കുണ്ടായിരിക്കും. വളരെ ഇന്റലിജന്റ് ആയിരിക്കും, കമ്മ്യൂണിക്കേഷൻ പവർ ഉണ്ടായിരിക്കും. ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ, നല്ലൊരു സ്ഥാനത്തിൽ നിങ്ങൾക്ക് എത്താൻ കഴിയും. കർക്കിടകം എന്താണ് കൊണ്ടുവരുന്നത്? 4 ഓഫ് വൈൻസ് ആണ്. ചിലർക്ക് ഒരു വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് സെലിബ്രേഷൻസ്, പിന്നെ ജീവിതത്തിൽ മൊത്തം ഒരു അടിത്തറ ശക്തമാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം ഇതൊരു കൊല്ലത്ത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വളരെ ചെറിയൊരു കാലഘട്ടം മാത്രമാണ് ഒരു വർഷം. ഈ ഒരു വർഷത്തിൽ നമുക്ക് പലതും അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷെ വർഷാവസാനത്തോട് കൂടിയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ സുശക്തമാവും. റിലേഷൻഷിപ്പ് ബ്രേക്ക്, 3 ഓഫ് സോഴ്സ് നമ്മൾ നേരത്തെ കണ്ടു. അതെല്ലാം അതിജീവിച്ച് 4 ഓഫ് വാൻസിന്റെ ഒരു ഹാർമണി, ഒരു പക്ഷേ ഒരു വിവാഹം, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രേമബന്ധങ്ങൾ ഉണ്ടായിരിക്കും. അത് പകർന്ന് പുതിയ നല്ലൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും പഴയതിനേക്കാൾ നല്ല രീതിയിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു ഭാവി കൊണ്ടുതരുന്നതും ആവാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ.